നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ, മാഷില്ലാതെ ഈ നിശ്ചയം എങ്ങനെ നടക്കുമെന്നുള്ള പേടിയിലായിരുന്നു ഞാൻ. പക്ഷെ നീ അത് നടത്തി. മിടുക്കി. ഐ അപ്രീഷിയേറ്റ് യു. ആരും ചിന്തിക്കാത്ത വഴിയെ നീ ചിന്തിച്ചു, കാര്യം നടത്തി. ജാതകം കൊടുത്തപ്പോ ആ മാഷിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. വിളറി വെളുത്തേ, ഒരു തുള്ളി ചോര ഉണ്ടായിരുന്നില്ല മുഖത്ത്. കീ കൊടുത്തുവിട്ട പാവയെ പോലെ ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് അനുസരണയോടെ എല്ലാം ചെയ്തു. എനിക്കത് കണ്ടപ്പോ ചിരി വന്നു മോളെ. ശത്രുവിന്റെ തോൽവി കാണുമ്പോ നമുക്കുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോളെ. പക്ഷേ മാഷിനെ നിസ്സാരമായി കാണണ്ട. ഇപ്പൊ കിട്ടിയ തിരിച്ചടി എങ്ങനെ നേരിടണമെന്നുള്ള ആലോചനയിലായിരിക്കും. കൂടുതൽ ആലോചിക്കാനുള്ള സമയം കൊടുക്കരുത് മോളെ. നിന്റെ മനസ്സിലെന്തെങ്കിലും ആലോചിച്ചു വെച്ചിട്ടുണ്ടോ? ആലോചിക്കാതിരിക്കും മമ്മി. ഞാൻ അവരേത് രീതിയിലാണ് ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ബാലന്മാഷൊരു വാക്ക് പറഞ്ഞ ഈ നാട് മുഴുവൻ അയാളുടെ കൂടെ നിൽക്കും. നമ്മളുടെ ജയം പൂർണ്ണമായിട്ടില്ല മോളെ. മാഷ് കല്യാണത്തിന് സമ്മതിച്ച് താലിയെടുത്ത് അരവിന്ദന്റെ കൊടുത്ത് നിന്റെ കഴുത്തിൽ കെട്ടിക്കുമ്പോ മാത്രമേ നമ്മുടെ വിജയം പൂർണ്ണമാവൂ. പൂർത്തിയാവാതിരിക്കോ മമ്മി? ഇത്രയൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ കല്യാണം നടത്താൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്റെ വാശി ജയിക്കും മമ്മി. എന്നെ വലിച്ചെറിഞ്ഞു പോയ ആകാശിനെയും അവന്റെ ഭാര്യ ചാരുവിനെയും മാത്രമല്ല, അവരെ രണ്ടുപേരെയും ചേർത്ത് വെച്ച മാഷിനെയും ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല. മമ്മിക്ക് അതിൽ യാതൊരു ആശങ്കയും വേണ്ട. എന്റെ കല്യാണം കൂടാൻ തയ്യാറായിക്കോ മമ്മി. ബാലൻ ചെയ്തത് ശരിയാണെന്നൊരു സംശയമുണ്ട്. ആരും ഒന്ന് പറഞ്ഞാൽ എന്താ? ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറയാമായിരുന്നില്ലേ? എല്ലാം കണ്ടതല്ലേ നീയും? വന്നത് ആരൊക്കെയാണെന്ന് നിനക്കറിയില്ലേ? താണിക്കപ്പറമ്പ് സാറിന്റെ വാക്ക് ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല ഗോവിന്ദ. എന്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളാ അദ്ദേഹം. എനിക്ക് മാത്രമല്ല, ഈ നാട് മുഴുവൻ ബഹുമാനിക്കുന്ന ആളല്ലേ. നമ്മുടെ കുടുംബത്തോട് പ്രത്യേക സ്നേഹവും മമതയും കാണിക്കുന്നവരാ വന്നവര്. ഞാൻ അവരോട് എതിർത്ത് സംസാരിച്ച അവരെത്രമാത്രം വേദനിക്കുന്നറിയോ? എന്നോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് അവരവിടെ എത്തിച്ചത്. അതൊക്കെ ശരിയാ ബാല. എന്നാലും ബാലനവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാമായിരുന്നു. ഇപ്പോ അരവിന്ദും ഹേമയും ശ്രേയയും എന്തൊക്കെ മനസ്സ് വിചാരിച്ചോ അത് ബാലൻ നിറവേറ്റി കൊടുത്ത പോലെയായി. ഗോവിന്ദ, അവർക്കൊന്നും നിറവേറ്റി കൊടുത്തിട്ടില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്നുള്ളത് എന്റെ മനസ്സിലുള്ള കാര്യമാണ്. അതാർക്കും അറിയില്ലല്ലോ. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗോവിന്ദ. ഇനിയിപ്പോ ബാലൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഹേമയും അരവിന്ദും ശ്രേയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സറിഞ്ഞ ആ ജാതകം വാങ്ങിയതെന്ന്. അവരുടെയൊക്കെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന പോലെയാ ഞാൻ ആ ജാതകം കൊടുത്തത്. ബാലൻ എങ്ങനെയൊക്കെ കൊടുത്താലും ജാതകം കൈമാറിയ നിശ്ചയം നടന്നില്ലേ? നിശ്ചയല്ലേ നടന്നുള്ളൂ, കല്യാണം നടന്നിട്ടില്ലല്ലോ. അത് നടക്കാതെ ഞാൻ നോക്കിക്കോളാം. അതെങ്ങനെ ബാല? ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ അത് തടഞ്ഞോളൂ. ബാലമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയും മോളെ. മോളെ, എന്നോട് മോക്ക് എന്തും പറയാലോ. അതിനെന്തിനാ ആലോചിക്കുന്നു? എന്ത് പറയണമെന്നല്ല ഞാൻ ആലോചിച്ചത്. ഇക്കാര്യം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന. അരവിന്ദേട്ടൻ എന്നോട് കാണിച്ച ഞാനും മറന്നിട്ടില്ല, ബാലമാമനോട് ചെയ്ത ബാലമാമനും മറന്നിട്ടില്ല. ആ ഒരു ദേഷ്യവും വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാ അരവിന്ദേട്ടനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്തത്. മോളെന്താ പറഞ്ഞു വരുന്നത്? ആ ദേഷ്യവും വെറുപ്പുള്ളത് കൊണ്ട് അരവിന്ദേട്ടനെ സമാധാനിപ്പിച്ചും സ്നേഹിച്ചും നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കാതെ വഴക്കിട്ടും ദേഷ്യപ്പെട്ടും അരവിന്ദേട്ടനെ തിരുത്താൻ നോക്കി. ഇപ്പോഴുള്ള എല്ലാ കുഴപ്പത്തിനും കാരണം ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും അല്ല മോളെ. ബാലമാമ,
നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഞാൻ മനസ്സോർന്ന് പറഞ്ഞോട്ടെ. മോള് പറയാനുള്ളത് പറയും മോളെ. ചെറുപ്പം മുതലേ അരവിന്ദേട്ടനെ അമ്മയുടെ മകനായിട്ടും അക്കുചേട്ടനെ അച്ഛന്റെ മകനായിട്ടും വേർതിരിച്ച് കാണാൻ നോക്കി. ഈ വേർതിരിവ എല്ലാത്തിനും തുടക്കം. മോള് പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷെ അതിന് കാരണക്കാരാരാ? അരവിന്ദൻ തന്നെയല്ലേ? അത്രയ്ക്ക് കുരുത്തം കിട്ടവനായിരുന്നു അവൻ. ലോകത്തിലുള്ള എല്ലാ കള്ളത്തരങ്ങളും അവന്റെ കയ്യിലുണ്ട്. പക്ഷെ ആകാശ് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് നേരായ രീതിയിലാണ് ജീവിച്ചത്. അങ്ങനെയുള്ള ആകാശും അരവിന്ദും ഒരേപോലെ ആവുക. അങ്ങനെ ഉണ്ടായതാ വേർതിരിവൊക്കെ. അതിലെന്താ തെറ്റുള്ളത്? തെറ്റുണ്ട് ബാലമാമേ. അവർ രണ്ടുപേരും ഏത് രീതിയിൽ നടന്നാലും ബാലമാമൻ അവരെ വേർതിരിച്ച് കാണാൻ പാടില്ലായിരുന്നു. രണ്ടുപേരും ഒരുപോലെയാന്ന് ചിന്തിക്കണം. കാരണം അവർ രണ്ടുപേരും ബാലമാമന്റെ മക്കളല്ലേ. അരവിന്ദേട്ടൻ അനുസരണക്കേട് കാണിക്കുന്നുണ്ടാവും. അക്കുചേട്ടൻ നേരെ തിരിച്ചു. എന്നാലും അവർക്ക് രണ്ടുപേർക്കും ബാലമാമനല്ലേ അച്ഛൻ. അക്കുചേട്ടനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ ആവണം അരവിന്ദേട്ടനോടും. അക്കുചേട്ടനുള്ള എല്ലാ കഴിവുകളും അരവിന്ദേട്ടനും ഉണ്ട്. രണ്ടുപേരും ബാലമാമന്റെ ചോരയല്ലേ. അക്കുചേട്ടൻ മാമൻ പറയുന്നത് അതേപടി അനുസരിക്കും. അതുപോലെ അരവിന്ദേട്ടനും മാറും. ആ വിശ്വാസം എനിക്കുണ്ട്. പറയേണ്ട രീതി പറഞ്ഞ അരവിന്ദേട്ടൻ അനുസരിക്കും. ഞാൻ അവനോട് പോയി സംസാരിക്കണം എന്നാണോ മോള് പറഞ്ഞു വരുന്നത്? അതെ, എന്തൊക്കെ സംഭവിച്ചാലും അരവിന്ദേട്ടനെ ശ്രേയയുടെ കല്യാണം നടക്കരുത്. ശ്രേയ നമ്മുടെ വീട്ടിലേക്ക് വലതുകാലെടുത്ത് വെക്കുന്ന നിമിഷം നമ്മുടെ സമാധാനവും സന്തോഷവും ഒക്കെ ഇല്ലാതാവും. നമ്മുടെ വീടും ആ വീട്ടിലുള്ളവരെയും അവളെ തല്ലുപിടിപ്പിക്കും. എല്ലാവരും വീട് വിട്ട് പിരിഞ്ഞു താമസിക്കേണ്ടി വരും. അങ്ങനെയൊന്നും നടക്കാതിരിക്കണമെങ്കിൽ ബാലമാമൻ അരവിന്ദേട്ടനോട് സംസാരിച്ചേ പറ്റൂ. മോള് വിഷമിക്കണ്ട. ആ പെണ്ണ് നമ്മുടെ വീട്ടിൽ മരുമകളായിട്ട് വരില്ല. ഞാൻ ഈ കല്യാണം നടത്തി കൊടുക്കില്ല. നടത്തി കൊടുത്തില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലെന്നാണോ ബാലമാമ വിചാരിച്ചിരിക്കുന്നത്? ഉറപ്പായിട്ടും നടക്കും. ഇപ്പൊ ഈ ജാതകം കൈമാറിയ പോലെ അമ്മായും ശ്രേയയും ചേർന്ന് ഇതുപോലെ എന്തെങ്കിലും തന്ത്രങ്ങൾ കാണിച്ച് കല്യാണം നടത്തും. നടത്തണമെങ്കിൽ നടത്തട്ടെ മോളെ. കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്കല്ലേ കയറി വരാൻ പോകുന്നത്. ഒരെണ്ണത്തിനും എന്റെ വീടിന്റെ പടിയൗട്ട ഞാൻ സമ്മതിക്കില്ല. എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് വിചാരിക്കും. കൂടുതൽ വഴക്കിലേക്ക് പോകുന്ന എന്തിനാ? ഇപ്പോഴേ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാ അതല്ലേ നല്ലത്. മനസ്സ് വെച്ചാൽ നടക്കാത്തായിട്ടൊന്നുമില്ലെന്ന് ബാലമാമൻ പറയാറില്ലേ? അതുപോലെ മനസ്സ് വെച്ചാൽ ഈ കല്യാണം നമുക്ക് തടയാൻ പറ്റും. അരവിന്ദേട്ടനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. അങ്ങനെ മനസ്സ് തുറന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവനോട് എന്തു പറഞ്ഞാലും ഈ പ്രശ്നം തീരില്ല മോളെ. കാരണം ഞാൻ പറയുന്നൊന്നും കേൾക്കാനോ അനുസരിക്കാനോ അവൻ തയ്യാറാവില്ല. ബാലമാമ വിചാരിച്ചാൽ നടക്കും. മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പൊക്കെ മാറ്റിവെച്ച് അരവിന്ദേട്ടനോട് സംസാരിക്കണം പ്ലീസ്.